Alhamdulillahi Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സ്റ്റേജിലിരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ഇസ്ലാം സമാധാനത്തിന് എന്ന മഹിതമായ ആശയത്തിൽ കേരള മുസ്ലിമീങ്ങൾക്ക് ദിശാബോധം നൽകിയ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ കീഴിൽ പുതിയ ഒരു പ്രമേയ വിശദീകരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ടവരോട്, മുജാഹിദ് പ്രസ്ഥാനം, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, അമ്പിയാക്കൾ, അവരിൽ അവസാനത്തെ കണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഏൽപ്പിച്ചു തന്നിട്ടുള്ള ദൗത്യം, ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രമാണമാക്കി സച്ചരിതരായ സലഫുകളുടെ മാർഗത്തിൽ സ്വർഗം നേടാനും നരകത്തിൽ നിന്നും രക്ഷപ്പെടാനും വിശ്വാസ ആചാര കർമ്മ അനുഷ്ഠാന രംഗങ്ങളിൽ സമൂഹത്തിന് ആവശ്യമുള്ളതെന്തോ അവ പ്രചരിപ്പിക്കാനും അവ പകർന്നു നൽകാനും ഉടലെടുത്ത മഹാപ്രസ്ഥാനം കേരള നദ്വത്തുൽ മുജാഹിദീനെ സംബന്ധിച്ചിടത്തോളം അത് ഈ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള പരിവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരാളെയും ഓർമ്മപ്പെടുത്തേണ്ടതില്ല. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിത സഭയായ കേരള ജമിയത്തുൽ ഉലമയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പോഷക ഘടകങ്ങളായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ, ISM-ഉം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്, MSM-ഉം MGM-ഉം, അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പോഷക ഘടകങ്ങൾ ഈ സമൂഹത്തിൽ ഇടപെടേണ്ട എല്ലാ രംഗങ്ങളിലും ഇടപെട്ടിട്ടുണ്ടെന്നും ഇടപെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതും ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും ഈ പ്രസ്ഥാനത്തെ അകലെ നിന്നും അടുത്തു നിന്നും ദൂരെ നിന്നും അടുത്തു നിന്നുമായി നോക്കിക്കാണാൻ ശ്രമിച്ചവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അത് കലാപമുണ്ടാക്കുന്നവരല്ല. ആ പ്രസ്ഥാനത്തിന്റെ നാമം സൂചിപ്പിച്ച ജിഹാദ്, വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച മഹത്തായ ഒരു ദൗത്യം, വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം പ്രവാചകന്മാരുടെ മാതൃകയിൽ കൊണ്ടുകൊണ്ട് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം കൊണ്ട് നിങ്ങൾ ജിഹാദ് നടത്തുക എന്ന സന്ദേശം ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മഹത്തായ പരിശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ പ്രസ്ഥാനം അത് കലാപത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് ഒരിക്കലും അസമാധാനത്തിന്റെ വക്താക്കളല്ല, സമാധാനവും ശാന്തിയും ഊതിക്കെടുത്താൻ വേണ്ടി ഒരുമ്പെട്ടിട്ടുള്ള ആളുകളല്ലെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെട്ട വസ്തുക്കൾ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെത് മാത്രമെന്ന് അവകാശപ്പെടാൻ കഴിയുന്നവ പോലും അനർഹമായി പങ്കെടുത്തിട്ടുള്ള, അനർഹമായി സ്വീകരിച്ചിട്ടുള്ളവരോട് പോലും സമാധാനത്തോടുകൂടിയും ശാന്തിയോടുകൂടിയും ഈ പ്രസ്ഥാനം നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങളെയും നിയമ സംവിധാനങ്ങളെയും
കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ തീരുമാനത്തിന് കാത്തിരുന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ക്യാമ്പയിന്റെ ഉദ്ഘാടന സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്താനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലാണ് ഈ പ്രസ്ഥാനത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെതല്ലാത്ത ആളുകൾ പോലും പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഒരു വിഭാഗം മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള ആശയത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും തികച്ചും ഭൗതികമായ ചിന്തയിലേക്ക് യുവതയുടെ ചിന്തയെ കൊണ്ടുപോകുകയും ഭൗതികമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ഇസ്ലാമും വിശുദ്ധ ഇസ്ലാമും തൗഹീദിനും നൽകേണ്ട പ്രാധാന്യം കളഞ്ഞു കുളിച്ചുകൊണ്ട് ഭൗതികമായ ചില ചിന്തകളും ചില ചിന്തകന്മാരുടെ പ്രസിദ്ധീകരണങ്ങളുടെയും പിറകെ പോയ ആളുകളാണ് ഇന്ന് പാട്ടിന്റെയും കൂത്തിന്റെയും കുത്തരങ്ങുകൾ തീർക്കുന്ന നവോത്ഥാന നഗറുകൾ തീർക്കാൻ വേണ്ടി പരിശ്രമിച്ച യുവതലമുറ എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേ മറ്റു ചില യുവാക്കൾ അവര് ഇസ്ലാമിനോടുള്ള താല്പര്യം പറഞ്ഞുകൊണ്ട് സലഫിയത്തിനോടുള്ള താല്പര്യം പറഞ്ഞുകൊണ്ട് ആ സലഫിയത്തിനോടുള്ള താല്പര്യത്തിന്റെ പേരിൽ അവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് അവർ സമാധാനം നഷ്ടപ്പെടുത്തി സമാധാനത്തോടുകൂടി നമസ്കരിക്കാനായി അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നും അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്നും വെള്ളിയാഴ്ച ജുമാ ദിവസത്തിൽ പോലും അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിട്ടുള്ള സംസാരങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള പാവപ്പെട്ട വിശ്വാസികൾക്കുടെ മനസ്സിലെ സമാധാനത്തെ തച്ചുടക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനത്തിലേക്ക് ഒരു പറ്റം യുവാക്കൾ ഇന്ന് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളവർ പിരിഞ്ഞുപോയ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഈ സന്ദേശത്തിന്റെ വാഹകരായിക്കൊണ്ട് വരും ദിനങ്ങളിൽ കേരളത്തിന്റെ മുക്കുമൂലുകളിൽ സമാധാനത്തിന്റെ സന്ദേശത്തിലേക്ക്, ഇസ്ലാം പഠിപ്പിച്ച സന്ദേശത്തിലേക്ക്, വർഗീയതക്കെതിരെ തീവ്രവാദത്തിനെതിരെ മതേതരത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള പ്രയത്നമുണ്ടാവണമെന്ന് ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റിന്റെ സംസാരം നമ്മൾ ആവർത്തിച്ച് ഓർമ്മിക്കണമെന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വരുന്ന നാളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രബോധന രംഗത്ത് വിശ്രമമില്ലാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇസ്ലാം സമാധാനത്തിന് എന്ന ഈ പ്രമേയത്തിന്റെ കീഴിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ കീഴിൽ ജില്ലാ സെമിനാറുകളും നാടുകൾ നീളെയുള്ള പ്രഭാഷണങ്ങളും പ്രത്യേകമായ കൂട്ടായ്മകളും ഉണ്ടാവേണ്ടതുണ്ട്. ISM-നെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ കയ്യേറാൻ ശ്രമിച്ചിട്ടുള്ളവർക്ക് എല്ലാം മുജാഹിദ് പ്രസ്ഥാനമാണ് കേരള മുസ്ലിമീങ്ങളുടെ നവോത്ഥാനത്തിന്റെ ചാലക ശക്തി എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും ആ ചരിത്രത്തെ വികലമാക്കാനും ആ ചരിത്രത്തെ കയ്യേറാനും ആര് ശ്രമിച്ചാലും സാധ്യമല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ചരിത്ര ശേഖരണവുമായി ബന്ധപ്പെട്ട ISM-ന്റെ നവോത്ഥാന സംഗമങ്ങൾ നടക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. മെയ് 10, 11 തീയതികളിൽ തിരൂരങ്ങാടിയിൽ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനം കാലങ്ങളായി സംഘടിപ്പിച്ച ISM കേരള ഇസ്ലാമിക് സെമിനാർ കേരള മുസ്ലിം നവോത്ഥാനം തിരൂരങ്ങാടിയുടെ നേതൃത്വം എന്ന തലവാചകത്തിൽ നടക്കുമ്പോൾ അതിനു മുന്നോടിയായി കേരളത്തിന്റെ മുക്കുമൂലകളിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ സേവനങ്ങൾ ഈ കേരളത്തിന് ഒരു ചരിത്രരേഖയായി സമർപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം MSM വർഷങ്ങളായി സംഘടിപ്പിക്കുന്ന പ്രോഫ്കോൺ 18ാമത് പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് വരുന്ന മാർച്ച് 7, 8, 9 തീയതികളിൽ എറണാകുളത്ത് നടക്കുകയാണ്. ആ എറണാകുളത്തിന്റെ മണ്ണിൽ എറണാകുളത്തിന്റെ ചരിത്രത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ എറണാകുളത്ത് ഒരുമിച്ച് കൂടിയ സംഗമങ്ങളെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മാതൃസംഘടനയെ തള്ളിപ്പറഞ്ഞ് തങ്ങളുടെ പിതാവാരെന്ന് അവകാശപ്പെടാൻ കഴിയാത്തവർ നടത്തിയിട്ടുള്ളവർക്ക് അത്തരത്തിലുള്ള ആളുകൾക്ക് തിരിച്ചടി നൽകാൻ നമ്മുടെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസിന് സാധിക്കണം. അതിന് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പരിസരങ്ങളിലുള്ള പ്രൊഫഷണൽ സ്റ്റുഡൻസിനെ അവിടെ പങ്കെടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സംഗമത്തിന് സർവ്വവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂട്ടൽ നാഥൻ തൗഹീദി പ്രസ്ഥാനത്തിനുള്ള ഒരു ശക്തി പകരലായിക്കൊണ്ട് ഈ കൂട്ടായ്മയെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.